ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണ്. ഞാനും ചേച്ചിയും അനിയത്തിയും കുട്ടികളും അനിയത്തിയുടെ ഹസ്ബൻഡും അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പുറമേ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല. ചെറിയൊരു സദ്യ പരിപാടിയായിട്ട് ഇന്ന് ഞങ്ങളിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അമ്മ പേരക്കുട്ടിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ ഞങ്ങളിവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ കൂട്ടി തുടങ്ങി. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. വെക്കേഷൻ വരുമ്പോൾ എനിക്കും അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാൾ അടുത്താണ് വരുന്നത്. അതുകൊണ്ട് മിക്കവാറും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഇക്കൊല്ലും ഞങ്ങൾ അവധിക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേരൽ അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ പായസത്തിനുള്ള തേങ്ങയൊക്കെ പൊളിക്കാൻ തുടങ്ങി. അനിയത്തി അവിടെ രസവും എലിശ്ശേരിയും അങ്ങനെ പാചക പരിപാടിയിലാണ്. അങ്ങനെ കുറച്ച് വൈകിയാണ് പായസം എന്താണെന്നുള്ളൊരു തീരുമാനമായത്. എല്ലാ പ്രാവശ്യവും ചക്കപ്രഥമനോ പഴപ്രഥമനോ അതുപോലെയുള്ള പരിപ്പ് പ്രഥമൻ ഇങ്ങനെയുള്ള പ്രഥമൻ ആണ് സാധാരണ ഇവിടെ പിറന്നാളിനൊക്കെ വയ്ക്കാറ്, അല്ലെങ്കിൽ സേമിയൊക്കെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഒരു വെറൈറ്റി പായസം പരീക്ഷിക്കാൻ പോവുകയാണ്. പരിപ്പും ചക്ക വരട്ടിയതും കൂടിയിട്ടുള്ള പായസമാണ്. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞു കേൾക്കണത്. അപ്പോൾ ഇപ്രാവശ്യം അത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇഞ്ചിത്തൈര്, ചിലർക്ക് ഇല മുറിച്ച് ക്ലീൻ ചെയ്യണ പരിപാടി. അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾ കാറ്ററിങ്ങിലേക്കാണ് പോണത്. അവിടെ സൗകര്യമായിട്ട് ഉരുളിയിൽ വലിയ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കുറച്ചധികം പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ തേങ്ങ ചിരവാനും അത് അരയ്ക്കാനും പാല് പിഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിലും കാറ്ററിംഗ് കുറച്ചുകൂടി വിപുലമാക്കിയിട്ടുണ്ട്. കുറേ പുതിയ അടുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ തേങ്ങാപ്പാൽ പിഴിയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തേങ്ങ ഗ്രൈൻഡറിലിട്ട് അരച്ച് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാം പാല് പിഴിയുമ്പോഴേക്കും ഞാൻ ഉരുളി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒന്നാം പാലും അത് പിഴിഞ്ഞെടുത്തു. ഇത് രണ്ടാം പാലിലേക്കുള്ള പണി നടക്കുകയാണ്. അപ്പോഴേക്ക് ഞാനിവിടെ ഉരുളി അടുപ്പത്ത് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഉരുളി അടുപ്പത്ത് വെച്ചു. ഇതിലൊക്കെ വരട്ടാനൊരു എളുപ്പമുണ്ട്. നമ്മൾ വീട്ടിൽ ചെറിയ അടുപ്പിലും ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്നായി കിട്ടില്ല. കുറച്ചും കൂടി അടുപ്പിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യം. കുറച്ചും കൂടിയും പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കാറ്ററിങ്ങിൽ. ചെറുപയർ പരിപ്പ് വറുത്തിട്ട് അത് വേവിച്ചതാണ്. അതും പിന്നെ ചക്ക വരട്ടിയതും ചേർത്ത് യോജിപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശർക്കര പാവ് കാച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് കാറ്ററിങ്ങിലാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ രണ്ടാം പാൽ പിഴിയാൻ പോവുകയാണ്. അരക്കലൊക്കെ കഴിഞ്ഞു. കാറ്ററിങ്ങിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പുഴ കാണാം. ഈ പുഴ 2 ദിവസം മുന്നേ കുറച്ചും കൂടി വെള്ളം പൊങ്ങിയിരുന്നു. എപ്പോഴാണ് വെള്ളം കയറുകയെന്ന് പറയാൻ പറ്റില്ല. 2018 ശേഷം എല്ലാ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഒന്ന് പേടിപ്പിച്ചിരുന്നു. പിന്നെ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ഒന്ന് വിട്ട് വിട്ട് പെയ്യുന്ന കാരണം ആ വെള്ളത്തിന് ഇറങ്ങി പോകാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്. കാറ്ററിങ്ങിൽ നിന്ന് നോക്കിയാൽ നല്ല രസമാണ് ഈ വ്യൂ, പുഴയും. പക്ഷേ വെള്ളപ്പൊക്കം വരുമ്പോഴാണ് പേടി. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കാറ്ററിംഗുകാർക്കും ചേട്ടനൊക്കെ ഭയങ്കര ടെൻഷനാണ്. അച്ഛനൊക്കെ എപ്പോഴാണ് വെള്ളം കയറുകയെന്നറിയില്ല. 2 പ്രാവശ്യം ഇതുപോലെ വെള്ളം കയറിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. അതുമാതിരി അത്യാവശ്യ സാധനങ്ങളൊക്കെ എപ്പോഴും വലിയ വണ്ടിയിൽ റെഡിയാക്കി വയ്ക്കും. പണികളൊക്കെ പണികൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ പിള്ളേർ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഒരുക്കി ഓരോ ഫോട്ടോ പോസ് ചെയ്യിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. സദ്യവട്ടങ്ങളെല്ലാം തയ്യാറായി. അപ്പോൾ സദ്യക്കുള്ള ഇല തുടച്ച് വയ്ക്കുകയാണ് അനിയത്തിയുടെ മോള്.
കുറച്ച് കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴേക്കും വിളക്കത്ത് വിളമ്പി സദ്യ തുടങ്ങും. ഇപ്രാവശ്യം കുറേ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുക, കുടുംബാംഗങ്ങളൊക്കെ ഒത്തുചേരുക, ഇതൊക്കെയാണ് സന്തോഷമല്ലേ. അമ്മയ്ക്ക് ഇനിയും ഇതുപോലെ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ആയുരാരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ. അത് മാത്രമേ ഉള്ളൂ ഈശ്വരനോടുള്ള പ്രാർത്ഥന. അങ്ങനെ ഈ പിറന്നാൾ ഗംഭീരമായി. അത് കഴിഞ്ഞ് കുട്ടിയുടെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ്, ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിക്കും. വളരെ നല്ല ഹാപ്പി മൂഡിലാണ് എല്ലാവരും ഇപ്പോൾ. നല്ലോണം എൻജോയ് ചെയ്ത ഒരു ദിവസം. ഇനി ഇങ്ങനെ ദിവസങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവരും ഒത്തുചേരാൻ ഇടവരട്ടെ. ഇനിയും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.